തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെപ്റ്റംബർ 20-ന് അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചതു മുതൽ വിരളി പിടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷവും സംഘപരിവാരവും. അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുക വഴി ജനങ്ങളിൽ തെറ്റിദ്ധാരണ പടർത്തുകയും അതിലൂടെ സർക്കാരിനെതിരെ ഒരു വിഭാഗം ജനങ്ങളെ തിരിക്കുകയുമാണ് ഇവരുടെ ഏക ലക്ഷ്യം. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് അയ്യപ്പ സംഗമത്തിനെതിരെയുള്ള പ്രചാരണവും സർക്കാർ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നുവെന്ന വാർത്തയും. എന്നാൽ സർക്കാർ ന്യൂനപക്ഷ സംഗമം നടത്തുന്നുണ്ടോ? എന്താണ് ഇതിനു പിന്നിലെ വസ്തുത? വിഷൻ 2031ന്റെ ഭാഗമായി സർക്കാർ ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂനപക്ഷ സംഗമം നടക്കാൻ പോകുന്നുവെന്ന തരത്തിലുള്ള വാർത്ത വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും ആളിപ്പടർത്തുന്നത്. എന്താണ് വിഷൻ 2031? 2031 കേരളം രൂപീകരിച്ചിട്ട് 75 വർഷം പൂർത്തിയാവുകയാണ്. കേരളത്തിന്റെ കഴിഞ്ഞകാല വളർച്ചയെ വിലയിരുത്തുന്നതിനും ഭാവി വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും 2031 കേരളം എങ്ങനെയായിരിക്കണമെന്ന വിപുലമായ കാഴ്ചപ്പാട് ആസൂത്രണം ചെയ്യുന്നതിനും ഒക്ടോബറിൽ 33 സെമിനാറുകൾ സർക്കാർ സംഘടിപ്പിക്കുകയാണ്. ഓരോ സെമിനാറും തെരഞ്ഞെടുത്ത വിഷയങ്ങളെ അടിസ്ഥാനമാക്കി മന്ത്രിമാർ നേതൃത്വം നൽകിയാണ് സംഘടിപ്പിക്കേണ്ടതെന്ന മാർഗനിർദ്ദേശമാണ് പ്രധാനമായും പറയുന്നത്. അതായത് ഓരോ വകുപ്പുകൾക്കും വിഭജിച്ച് നൽകിയിരിക്കുന്നത് തുല്യ പ്രാധാന്യം. പരിപാടിയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന 18 മാർഗനിർദ്ദേശങ്ങളിൽ ഏകോപനവും സംഘാടനവും എങ്ങനെ വേണമെന്ന് കൃത്യവും വ്യക്തവുമായി വിശദീകരിച്ചിരിക്കുന്നു. എന്നാൽ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെ ന്യൂനപക്ഷ വകുപ്പിന്റെ സെമിനാറിനെ മാത്രം എടുത്തു പറഞ്ഞ് സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് പ്രതിപക്ഷം.